ഹായ് എല്ലാവർക്കും പി എസ് സി പി ഡിയിലേക്ക് സ്വാഗതം. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളിലെ കോഡ്പ ആക്ട് ആണ് ഇന്ന് പറയുന്നത്. കോഡ്പ ആക്ട്. ഓക്കെ, കോഡ്പ ആക്ടിൻ്റെ ഒരു നമ്മുടെ ബെയർ ആക്റ്റാണ് നമ്മുടെ ഇരിക്കുന്നത്. ഓക്കെ, ആ ഒരു ബെയർ ആക്ടിൽ കോഡ്പ എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ജസ്റ്റ് അതിൻ്റെ ഹെഡിങ് ഉണ്ട്. നോക്കി, ദ സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് പ്രൊഹിബിഷൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ഓഫ് ട്രേഡ്, കൊമേഴ്സ്, പ്രൊഡക്ഷൻ, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആക്ട് 2003. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ആക്ടിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ചുരുക്കി എന്ത് പറയും? കോഡ്പ ആക്ട് എന്ന് പറയും. കോഡ്പ, സി ഫോർ സിഗരറ്റ്സ്, ആൻഡ് ഒതർ, ഒ ഫോർ ഒതർ, ടി ഫോർ ടൊബാക്കോ, പി ഫോർ പ്രോഡക്ട്സ്, എ ഫോർ ആക്ട്. കോഡ്പ ആക്ട്. കോഡ്പ, COTPA ആക്ട്. കോഡ്പ ആക്ട്, സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറച്ച് സെക്ഷൻസ് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് ഒന്നാമത്തെ സെക്ഷൻ കണ്ടോ, ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻ്റ് ആണ്. അപ്പോൾ ഏതൊരു നിയമത്തിൻ്റെയും ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷോർട്ട് ടൈറ്റിൽ, ചുരുക്കപ്പേര്, അതിൻ്റെ ഒരു ചുരുക്കപ്പേര്. അതായത് ഇപ്പോൾ ഈ ഒരു നിയമത്തിൻ്റെ എന്താണ്, കോഡ്പ, ആ മുകളിൽ കൊടുത്തിരിക്കുന്ന ഹെഡിങ് ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. പിന്നെ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. ഓക്കെ, അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട്, അതായത് അതിൻ്റെ ഒരു വ്യാപ്തി നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രമാണോ അതോ നമ്മുടെ രാജ്യം മുഴുവനുമാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്ത്, എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വ്യാപ്തി. കമൻസ്മെൻറ്റ്, അത് എന്ന് മുതലാണ് എന്നുള്ള കാര്യം, അതായത് ആ ഒരു നിയമം എന്നാണ് പാസ്സാക്കിയതെന്നും നിലവിൽ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതൊരു ടൈറ്റിലിൻ്റെ കീഴിൽ വരുന്നത്, ഈ ഒരു സെക്ഷൻ 1ൻ്റെ കീഴിൽ വരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സെക്ഷൻ 1 എന്നാണ് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ കണ്ടോ, ഡിക്ലറേഷൻ അസ് ടു എക്സ്റ്റെൻഡ് കൺട്രോൾ ഓഫ് ബൈ യൂണിയൻ, ഇമ്പോർട്ടൻ്റ് അല്ല. മൂന്നാമത്തെ സെക്ഷൻസ് കണ്ടോ, അത് ഓർത്തിരിക്കുക, ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു നിയമമായിട്ട്, ഏതൊരു നിയമമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് കുറേ ടേംസ് ഉണ്ടാവും. ആ ഒരു ടേംസിൻ്റെ ഡെഫിനിഷൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ സെക്ഷനകത്താണ് ഇതിൻ്റെ ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. കോഡ്പ ആക്റ്റുമായി ബന്ധപ്പെട്ട ടേമുകളുടെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ഇതിനകത്താണ്, മൂന്നാമത്തതിനകത്താണ്. ഓക്കെ, നാലാമത്തെ സെക്ഷൻ കണ്ടോ, പ്രൊഹിബിഷൻ ഓഫ് സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസ്. ഓക്കെ, സെക്ഷൻ 4-നകത്താണ് എന്ത് പറയുന്നത്, പ്രൊഹിബിഷൻ ഓഫ് സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസ്. പബ്ലിക് പ്ലേസിലുള്ള സ്മോക്കിംഗ് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 4 ആണ്. ഡീറ്റെയിൽ ആയിട്ട് പറയാം. 5, പ്രൊഹിബിഷൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഓഫ് സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ്. ഓക്കെ, സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്, പരസ്യം പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന ഏതാണ്? 5-മത്തേനകത്താണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ 6 നോക്കിയേ, പ്രൊഹിബിഷൻ ഓൺ സെയിൽ ഓഫ് സിഗരറ്റ് ഓർ അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ടു എ പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് 18 ഇയർ ആൻഡ് പർട്ടിക്കുലർ ഏരിയ. ഓക്കെ, അപ്പോൾ 18 വയസ്സിന് താഴെയുള്ളവർക്ക് ചില പർട്ടിക്കുലർ ഏരിയയിൽ ടൊബാക്കോ പ്രോഡക്ട്സ് അതുപോലെ തന്നെ സിഗരറ്റ് ഒക്കെ വിൽക്കുന്നത് പ്രൊഹിബിറ്റ് ചെയ്യുന്നുള്ള സെക്ഷനാണ് ഇത്, സെക്ഷൻ 6. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് സെക്ഷൻസ് ഉണ്ട്. ആകെ എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ താഴേക്ക് വരുമ്പോൾ 33 സെക്ഷൻസ് ആണ് ഇതിനകത്ത് ടോട്ടൽ ഉള്ളതെന്നുള്ള കാര്യം ജസ്റ്റ് ഓർത്തിരിക്കുക. എത്ര സെക്ഷൻസ് ഉണ്ട് ടോട്ടൽ? 33 സെക്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ആ നിയമത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു ഹെഡിങ് കഴിഞ്ഞു, ആക്ട് നമ്പർ 34 ഓഫ് 2003 എന്ന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ റൈറ്റ് സൈഡ് താഴെ കണ്ടോ, 18 മെയ് 2003. അപ്പോൾ ഒരു ഇന്ത്യൻ പാർലമെൻറ്റ് ഈ ഒരു നിയമം പാസ്സാക്കിയ ഡേറ്റാണത്, 18 മെയ് 2003. 2003 മെയ് 18-നാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ഗവൺമെൻറ് കോഡ്പ ആക്ട് എന്ന് പറയുന്ന ഈ ഒരു നിയമം പാസ്സാക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ സിഗരറ്റ് അതുപോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട്, പാൻ മസാല ഉൽപ്പന്നങ്ങൾ, അതിൻ്റെയൊക്കെ ഉൽപ്പാദനം, വിപണനം, വിതരണം എന്നിവയുടെ എന്താണ് ഒരു വാണിജ്യ നിയന്ത്രണത്തിനും അത് സംബന്ധിച്ച പരസ്യങ്ങളൊക്കെ നിരോധിക്കുന്നതിനും വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളൊരു നിയമമാണ് എന്ത്, കോഡ്പ ആക്ട് എന്ന് പറയുന്നത്. ആൻ ആക്ട് ടു പ്രൊഹിബിറ്റ് ദ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ആൻഡ് ടു പ്രൊവൈഡ് ഫോർ ദ റെഗുലേഷൻ ഓഫ് ട്രേഡ്, കൊമേഴ്സ് ഇൻ ആൻഡ് പ്രൊഡക്ഷൻ, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആൻഡ് ഫോർ മാറ്റേഴ്സ് കണക്റ്റഡ് ദെയർ വിത്ത് ഓർ ഇൻസിഡൻറ്റൽ ദെയർ ടു. ഓക്കെ, ഞാൻ പറഞ്ഞ മലയാളത്തിൻ്റെ ആ ഒരു ഇംഗ്ലീഷ് കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഓർത്തിരിക്കുക. അപ്പോൾ ഒരു ഇന്ത്യൻ പാർലമെൻറ്റ് ഈ ഒരു നിയമം പാസ്സാക്കിയ ഡേറ്റ് ഓർത്തിരിക്കുക, 2003 മെയ് 18-നാണ് കണ്ടുബോധിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. വേറസ് ദ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ 39th വേൾഡ് ഹെൽത്ത് അസംബ്ലി WHO ഇൻ ഇറ്റ്സ് 4th plenary meeting held in 15th May 1986 argued the member states of WHO which have not yet done so to implement the measures to ensure that the effective protection is provided for to non-smokers from involuntary exposure to tobacco smoke and to protect children and young people from being addicted to the use of tobacco. അപ്പോൾ നമ്മുടെ ലോകാരോഗ്യ അസംബ്ലി, വേൾഡ് ഹെൽത്ത് അസംബ്ലി നടന്നു, 39th വേൾഡ് ഹെൽത്ത് അസംബ്ലി നടന്നു. എന്നാണ് നടക്കുന്നത്? 1986 മെയ് 15-നാണ് നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പുകവലിക്കാത്ത ആൾക്കാരുണ്ടല്ലോ, പുകവലിക്കാത്ത ആളുകൾ, അപ്പോൾ ഒരു ടൊബാക്കോ പ്രോഡക്ട്സ് സാധനങ്ങളൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരും ഒരു പബ്ലിക് പ്ലേസിലൊക്കെ നിൽക്കുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാർ പുകവലിച്ചിട്ട് ഒരു പാസീവ് സ്മോക്കിങ് അവർക്കും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക്, പുകവലിക്കാത്ത ആൾക്കാർക്ക് ഒരു സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് പറയുന്ന ഒരു കാര്യം എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു 39th വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ എന്തോ ഉയർന്നു വരുന്നുണ്ട്. ഓക്കെ,
ഒരു പ്രമേയം പാസ്സാക്കുന്നുണ്ട്. ആ പ്രമേയത്തിനകത്ത് ഈ ഒരു കാര്യം വരുന്നു. അതായത് പാസീവ് സ്മോക്കിങ്ങിൽ നിന്ന് എന്ത് ചെയ്യണം, ആൾക്കാരെ രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അതായത് പുകവലിക്കാത്ത ആൾക്കാരെ പുകയിൽ നിന്ന് സംരക്ഷിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു പ്രമേയത്തിലൂടെ അവർ പാസ്സാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുകയില ഉപയോഗത്തിൻ്റെ ആസക്തിയിൽ നിന്ന് നമ്മുടെ കുട്ടികൾ, പിന്നെ യുവജനങ്ങൾ, അങ്ങനെയൊക്കെയുള്ളവരെ സംരക്ഷിക്കുന്ന നടപടികളൊക്കെ കൈക്കൊള്ളണം. ഓക്കെ, അങ്ങനെ ഇപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലേക്ക് ഒരുപാട് രാജ്യങ്ങൾ അംഗമാണ്. അപ്പോൾ ആ ഒരു നടപടികൾ കൈക്കൊള്ളാത്ത രാജ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കണം, ഇങ്ങനൊരു നിർദ്ദേശം കൊടുക്കണം. അതായത് പാസീവ് സ്മോക്കിങ്ങിൽ നിന്ന് സ്മോക്ക് ചെയ്യാത്ത ആൾക്കാരെ രക്ഷിക്കണമെന്നുള്ള കാര്യമുണ്ട്. അവർക്ക് സംരക്ഷണം കൊടുക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളും യുവാക്കളുമായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇതിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാത്ത രാജ്യങ്ങളെയൊക്കെ അത് കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നിർബന്ധിക്കണം, പ്രേരിപ്പിക്കണം എന്നുള്ള 2 കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 39ാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ ഒരു പ്രമേയം പാസ്സാക്കുന്നുണ്ട്. ആ ഒരു അസംബ്ലി നടക്കുന്നത് എന്നാണ് 1986 മെയ് 15-നാണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതിനുശേഷം കണ്ടോ, ആൻഡ് വേറസ് ദ 43rd വേൾഡ് ഹെൽത്ത് അസംബ്ലി ഇൻ ഇറ്റ്സ് 14th plenary meeting held on 17th May 1990 reiterated the concerns expressed in the resolution passed in the 39th World Health Assembly and argued member states to consider in their tobacco control strategies plans for legislation and other effective measures for protecting their citizens with special attention to the risk group such as pregnant women and children from involuntary exposure to tobacco smoke, discourage the use of tobacco and impose progressive restrictions and take concerted actions to eventually eliminate all direct and indirect advertising, promotion and sponsorship concerning tobacco. ഓക്കെ, അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ 43ാമത് ലോകാരോഗ്യ അസംബ്ലി നടക്കുന്നതെന്നാണെന്ന് ഡേറ്റ് പറഞ്ഞു. 1990 മെയ് 17-നാണ്. 1990 മെയ് 17-നാണ്. ആ ഡേറ്റ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതിനകത്ത് പറയുന്നത് പറഞ്ഞാൽ റിസ്ക് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾ, അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസ്, ഗർഭിണികൾ തുടങ്ങിയവർ പാസീവ് സ്മോക്കിങ്ങിൽ നിന്ന് സംരക്ഷിക്കണം. ഓക്കെ, പാസീവ് സ്മോക്കിങ്ങിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇറ്റ് ഈസ് കൺസിഡേർഡ് എക്സ്പെൻഡ് ടു എനാക്ട് കോംപ്രിഹെൻസീവ് ലാ ഓൺ ടൊബാക്കോ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് ടു പ്രൊട്ടക്ട് പബ്ലിക് ഹെൽത്ത്. അതായത് പുകയില സംബന്ധിച്ച എല്ലാ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ അതിന് മുന്നേ ഒരു സെൻറ്റൻസിനകത്ത് പറയുന്നുണ്ട്. പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പ്രൊമോഷൻ, സ്പോൺസർഷിപ്പ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു കോംപ്രിഹെൻസീവ് ലാ, ടൊബാക്കോ പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ അതിൻ്റെ നിർമ്മാണവും വിതരണവും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് എന്ത് ചെയ്യണം, നിയമം കൊണ്ടുവരണമെന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ ഒരു നമ്മുടെ 43ാമത് ലോകാരോഗ്യ അസംബ്ലിയിലെ പ്രമേയത്തിനകത്ത് നടപടികൾ കൈക്കൊള്ളണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പുകയില അന്തിമമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. ഏതിൻ്റെ? 43ാമത് ലോകാരോഗ്യ അസംബ്ലിയുടെ ഒരു ലക്ഷ്യമായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് എക്സ്പെൻഡ് പ്രൊഹിബിറ്റ് ദ കൺസംപ്ഷൻ ഓഫ് സിഗരറ്റ്സ് ആൻഡ് ദ ടൊബാക്കോ പ്രോഡക്ട്സ് വിച്ച് ആർ ഇൻജൂറിയസ് ടു ഹെൽത്ത് വിത്ത് എ വ്യൂ ഓഫ് അച്ചീവിംഗ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പബ്ലിക് ഹെൽത്ത് ഇൻ ജനറൽ ആസ് എൻജോയ്ഡ് ബൈ ആർട്ടിക്കിൾ 47 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭരണഘടന 47 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 47ാമത്തെ ആർട്ടിക്കിൾ എന്താണ് പറയുന്നത്? അച്ചീവ്മെൻറ്റ് ഓഫ് ഇംപ്രൂവിങ് പബ്ലിക് ഹെൽത്ത്. ഓക്കെ, പബ്ലിക് ഹെൽത്ത് സംരക്ഷിക്കപ്പെടണമെന്ന് നമ്മുടെ 47ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിളിനകത്തൊരു പറയുന്നുണ്ട്. ഒരു വിഷനാണ് അതിൻ്റെ. അപ്പോൾ ആ ഒരു ഇത് മുൻനിർത്തി എന്ത് ചെയ്യണം, നമ്മുടെ രാജ്യത്ത് ഇതുപോലെ ഒരു നിയമം കൊണ്ടുവരണമെന്നുള്ളൊരു ഇത് ഏതിന് ശേഷം വരുന്നുണ്ട്? നമ്മുടെ 43ാമത് ലോകാരോഗ്യ അസംബ്ലിക്ക് ശേഷം വരുന്നുണ്ട്. ഓക്കെ, അത്ര ഓർത്തിരിക്കുക. ഇനി പ്രൊഹിബിറ്റ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ, കൊമേഴ്സ്, പ്രൊട്ടക്ഷൻ, സപ്ലൈ, ഡിസ്ട്രിബ്യൂഷൻ, സിഗരറ്റ്സ് ആൻഡ് അതർ. ഓക്കെ, അപ്പോൾ ഈ ഒരു 43ാമത് ലോകാരോഗ്യ അസംബ്ലി നടന്നതിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യയിൽ ഏത് നിയമം വരുന്നത്? കോട്ട്പ എന്ന് പറയുന്ന ഒരു നിയമം വരുന്നത്. ഓക്കെ, കോട്ട്പ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വഴിയൊരുക്കിയ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ 43ാമത് ലോകാരോഗ്യ അസംബ്ലിയാണ്. ആ ഒരു അസംബ്ലി നടന്ന ഡേറ്റ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, 1990 മെയ് 17-നാണ്. അപ്പം ഈ ഒരു നിയമത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് പാസീവ് സ്മോക്കിങ്ങിൽ നിന്ന് ആൾക്കാരെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ കുട്ടികൾ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, യുവജനങ്ങൾ, അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഇതിൽ നിന്നൊരു മോചനം അല്ലെങ്കിൽ അതിലേക്ക് എത്താതെ നോക്കുക എന്നുള്ള, അതിനൊരു കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളതിനും, അതുപോലെ തന്നെ സിഗരറ്റ്, അതർ ടൊബാക്കോ പ്രോഡക്ട്സിൻ്റെയൊക്കെ നിർമ്മാണം, അതുപോലെ തന്നെ വിതരണം, അതിൻ്റെ വിൽപ്പന കാര്യങ്ങൾ, അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയ നിയമമാണ് എന്ത്? കോട്ട്പ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ സെക്ഷൻ കണ്ടോ, ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ പേര് കോട്ട്പ ആക്ട് ആണ്, അതറിയാലോ. ഇനി അതിൻ്റെ ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്ത്യ മുഴുവൻ ഈ ഒരു നിയമം ബാധകമാണ്. ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് ബാധകമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ,
പിന്നെ ഇതിൻ്റെ കമൻസ്മെൻറ്റ് നമ്മൾ നേരത്തെ ഇത് എന്ന് മുതലാണ് ആരംഭിച്ചെന്ന് പറഞ്ഞു. ഈ ഒരു നിയമം നിലവിൽ വന്നതെന്നാണ് 2003 മെയ് 18 ഈ ഒരു നിയമം നിലവിൽ വരുന്നത്. കോഡ്പ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2003 മെയ് 18 കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സെക്ഷൻ പഠിക്കേണ്ടത് സെക്ഷൻ 4 ആണ്. അപ്പോൾ ഈ ഒരു നിയമത്തിലെ ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് പറയുന്നത്. സെക്ഷൻ 4 എന്താണ്? പ്രൊഹിബിഷൻ ഓഫ് സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസ്. നോ പേഴ്സൺ ഷാൽ സ്മോക്ക് ഇൻ പബ്ലിക് പ്ലേസ്. ഓക്കെ, പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്ന കോഡ്പ വകുപ്പ് ഏതാണ്? സെക്ഷൻ 4 ആണ്. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്ന കോഡ്പ വകുപ്പ് ഏതാണ്? സെക്ഷൻ 4 ആണ്. ഓക്കെ, അപ്പോൾ പ്രൊവൈഡഡ് ദാറ്റ് ഇൻ എ ഹോട്ടൽ ഹാവിംഗ് 30 റൂംസ് ഓർ എ റെസ്റ്റോറൻറ്റ് ഹാവിംഗ് സീറ്റിംഗ് കപ്പാസിറ്റി ഓഫ് 30 പേഴ്സൺസ് or more and in the airports a separate provision for smoking area or space may be made. അപ്പോൾ ഒരു 30 റൂംസിൽ കൂടുതലുള്ള ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ സീറ്റിംഗ് കപ്പാസിറ്റി 30 പേഴ്സൺസിൽ കൂടുതലുണ്ട്, അല്ലെങ്കിൽ ഒരു എയർപോർട്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു സ്മോക്കിംഗ് ഏരിയ സെപ്പറേറ്റ് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സെപ്പറേറ്റ് പ്രൊവിഷൻ ഫോർ സ്മോക്കിംഗ് ഏരിയ ഓർ സ്പേസ് മേ ബി മെയ്ഡ് എന്ന് പറയുന്നുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഈ ഒരു സെക്ഷൻ 4-നകത്ത്. ഓക്കെ, സെക്ഷൻ 4 എന്താണ്? പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ്. അപ്പോൾ ഒരു സംശയം വരും, പൊതുസ്ഥലം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുമെന്നുള്ളത്. ഓക്കെ, പൊതുസ്ഥലം എന്നുള്ളത് ഒരു ഡെഫിനിഷൻ ഉണ്ട്, മുകളിൽ കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 3-കകത്താണ് ഡെഫിനിഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ പബ്ലിക് പ്ലേസിൽ എന്തൊക്കെ വരും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. സെക്ഷൻ 3-ലെ സബ്സെക്ഷൻ L പബ്ലിക് പ്ലേസ് കണ്ടോ? പബ്ലിക് പ്ലേസ് മീൻസ് എനി പ്ലേസ് ടു വിച്ച് public have access whether as of right or not and includes auditoriums, hospital buildings, railway waiting rooms, amusement centers, restaurants, public offices, court buildings, educational institutions, libraries, public conveyance and like which are visited by general public but does not include any open space. ഓക്കെ, അപ്പം പറയുന്നുണ്ട് പബ്ലിക് പ്ലേസിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം പബ്ലിക് പ്ലേസിനകത്ത് വരും കേട്ടോ. മീൻസ് എനി പ്ലേസ് ടു വിച്ച് പബ്ലിക് ഹാവ് ആക്സസ്, പബ്ലിക്കിന് ആക്സസ് ഉള്ള എല്ലാ പ്ലേസും, അതൊരു റൈറ്റ് പ്രകാരം ഒരു എന്താണ് കടന്നു ചെല്ലാൻ ഒരു റൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പബ്ലിക്കിന് ആക്സസ് ഉള്ള പ്ലേസുകളെല്ലാം എന്താണ്? പബ്ലിക് പ്ലേസുകളാണ്. ഓഡിറ്റോറിയംസ്, ഹോസ്പിറ്റൽ ബിൽഡിങ്സ്, റെയിൽവേ വെയിറ്റിംഗ് റൂംസ്, അമ്യൂസ്മെൻറ്റ് സെൻറ്റേഴ്സ്, റെസ്റ്റോറൻറ്റ്സ്, പബ്ലിക് ഓഫീസസ്, കോർട്ട് ബിൽഡിങ്സ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലൈബ്രറീസ്, പബ്ലിക് കൺവെയൻസ് ആൻഡ് ലൈക്ക് വിച്ച് ആർ വിസിറ്റഡ് ബൈ ജനറൽ പബ്ലിക് ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി ഓപ്പൺ സ്പേസ്. ഒരു ഓപ്പൺ സ്പേസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ അല്ലാതുള്ള പബ്ലിക് പ്ലേസുകളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. പബ്ലിക് പ്ലേസ് എന്ന് പറയുന്ന ഒരു ടീമിനകത്ത് ഉൾപ്പെടും, പൊതുസ്ഥലത്തിനകത്ത് ഉൾപ്പെടും. അപ്പം പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 4 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പബ്ലിക് സ്മോക്കിംഗ് നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ 4, പൊതുസ്ഥലത്തെ പുകവലി. അപ്പോൾ സെക്ഷൻ 4 പൊതുസ്ഥലത്ത് പുകവലി ലംഘിച്ചാൽ പണിഷ്മെൻറ്റ് ഫോർ സ്മോക്കിംഗ് ഇൻ സർട്ടൺ പ്ലേസസ്. സെക്ഷൻ 21-നകത്താണ് അതിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നത്. whoever contravenes the provisions of section 4 shall be punishable with a fine which may extend to 200 rupees. 200 രൂപയാണ് പിഴ. ഓക്കെ, അപ്പം പൊതുസ്ഥലത്ത് പുകവലിച്ചാലുള്ള ശിക്ഷ എത്ര രൂപയാണ്? 200 രൂപയാണ് പിഴ ശിക്ഷയാണ് ഇതിനുള്ളതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 21 പ്രകാരം. അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ ആരും തന്നെ പുകവലിക്കാൻ പാടില്ല. എന്നാൽ അതിനകത്തൊരു പ്രൊവിഷൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? 30 മുറികളിലുള്ള ഹോട്ടലോ അല്ലെങ്കിൽ 30 അതിൽ കൂടുതൽ പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു റെസ്റ്റോറൻറ്റിലോ എയർപോർട്ടിലോ അവിടുത്തെ ഒരു പ്രത്യേക സ്ഥലത്ത് പുകവലിക്കുന്ന ആവശ്യത്തിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്താമെന്നും പറയുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞായിരുന്നു, അതും കൂടെ ഓർത്തിരിക്കുക. സെക്ഷൻ 4 അതിനുള്ള ശിക്ഷ. സെക്ഷൻ 4 എന്താണ്? പൊതുസ്ഥലത്തെ പുകവലിയാണ്, പബ്ലിക് സ്മോക്കിംഗ്. ശിക്ഷയെക്കുറിച്ച് പറയുന്നത് ഇതിനകത്താണ്, അത് ലംഘിച്ചാലുള്ള ശിക്ഷ. സെക്ഷൻ 21-നകത്താണ്. എത്ര രൂപയാണ്? 200 രൂപ പിഴ ശിക്ഷയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ആൻ ഒഫൻസ് അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ ബി കോമ്പൗണ്ടഡ് വിത്ത് ട്രൈഡ് അക്കോർഡൻസ് വിത്ത് പ്രൊസീജിയർ പ്രൊവൈഡഡ് സമ്മർ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ 1973-ലെ നമ്മുടെ ക്രിമിനൽ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ CRPC പ്രകാരം ഇതെന്താണ്? കോമ്പൗണ്ടബിൾ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, 200 രൂപ പിഴ ശിക്ഷയാണുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ഒരു പൊതുസ്ഥലത്തിൻ്റെ ഉടമ, ഇപ്പോൾ ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുസ്ഥലങ്ങൾ പറഞ്ഞല്ലോ, അതിൻ്റെ ഉടമ അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ ചുമതലയുള്ള ആളുണ്ടല്ലോ, അപ്പോൾ അവിടെ ഇതുപോലെ എന്ത് പ്രദർശിപ്പിക്കണമെന്നുണ്ട്? പുകവലി പാടില്ല എന്ന് പറയുന്ന ബോർഡ് പ്രദർശിപ്പിക്കണം. അല്ലെങ്കിൽ ഇവിടെ പുകവലിക്കുന്ന ശിക്ഷാർഹമാണ് എന്ന് പറയുന്ന മുന്നറിയിപ്പടങ്ങിയ ബോർഡ് എന്ത് ചെയ്യണം? പ്രവേശന കവാടത്തിലും പരിസരത്ത് ഉചിതമായ രീതിയിൽ പ്രദർശിപ്പിക്കണമെന്നും പറയുന്നുണ്ട്. ഓക്കെ, അതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, എന്താണ്? ഒരു പൊതുസ്ഥലത്തിൻ്റെ ഉടമ അല്ലെങ്കിൽ ചുമതലയുള്ള ആൾ അല്ലെങ്കിൽ അവിടുത്തെ മാനേജർ എന്ത് ചെയ്യണം? പ്രവേശന കവാടത്തിലും അതുപോലെ ഉചിതമായ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം? പുകവലിക്കുന്നത്, ഇവിടെ പുകവലിക്കുന്നത് ശിക്ഷാർഹമാണ് അല്ലെങ്കിൽ പുകവലി പാടില്ല എന്ന് പറയുന്ന പ്രവേശന ബോർഡുകൾ സ്ഥാപിക്കണമെന്നും പറയുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ 5 ആണ്. പ്രൊഹിബിഷൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഓഫ് സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ്. പ്രൊഹിബിഷൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഓഫ് സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ്. അതിനകത്ത് ഒന്ന് പറയുന്നത്, നോ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ഓർ perpetrator engaged in production, supply or distribution of cigarettes or any other tobacco products shall advertise, and no person having control over a medium shall
cause to advertise cigarettes or any other tobacco products through that medium, and no person shall take part in any advertisement which directly or indirectly suggests or promotes the use of consumption of cigarettes or any other tobacco products. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, സിഗരറ്റുകളുടെ അല്ലെങ്കിൽ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം നിർദ്ദേശിക്കുന്നതോ അവ പ്രോത്സാഹിപ്പിക്കുന്നതായ പരസ്യങ്ങൾ ഒരു മാധ്യമത്തിലൂടെയും നൽകുവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒരു മാധ്യമത്തിലൂടെയും നൽകുവാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം പറഞ്ഞ് നോ പേഴ്സൺ ഫോർ എനി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് ഷാൽ ഒന്ന് ഡിസ്പ്ലേ കോസ്റ്റ് ഡിസ്പ്ലേ ഓർ പെർമിറ്റ്സ് അതർ റൈറ്റ് ടു ഡിസ്പ്ലേ എനി അഡ്വർടൈസ്മെൻറ്റ് സിഗരറ്റ്സ് ഓർ ടൊബാക്കോ പ്രോഡക്ട്സ്. പരസ്യങ്ങളൊന്നും ഒരു മാധ്യമത്തിലൂടെയും പാടില്ല. സെൽ ഓർ കോസ്റ്റ് സെൽ ഓർ പെർമിറ്റ് ഓർ ഓതറൈസ് എ സെൽ ഫാം ഓർ വീഡിയോ ടേപ്പ് കണ്ടെയ്നിങ് അഡ്വർടൈസ്മെൻറ്റ്. വീഡിയോ രീതിയിലുള്ള ദൃശ്യമാധ്യമ ഒന്നും പാടില്ല എന്ന് പറയുന്നുണ്ട്. Distribute or cost to distribute permit otherwise to distribute to public any leaflet, handbill or document which is contains an advertisement of cigarettes or any other tobacco products. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ബില്ല് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, ഇത് പാടില്ല എന്ന് പറയുന്നുണ്ട്. വീഡിയോ അല്ലെങ്കിൽ ഫിലിം അല്ലെങ്കിൽ ടേപ്പ് എന്നിവയുടെ വിൽപ്പന, ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നിരോധിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യരുതെന്നാണ് അതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ erect, exhibit, fix or retain upon or level and land, building, wall, hoarding, frame, post or structure, vehicle or shall display any manner of order in place advertisement cigarettes or any other tobacco പ്രോഡക്ട്സ്. സിഗരറ്റിൻ്റെ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയോ ഏതെങ്കിലും മുഖ വ്യാപാര മുദ്രയോ ബ്രാൻഡിൻ്റെ ഒരു സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ അത് സമ്മാനമായി കൊടുക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്കോളർഷിപ്പ് അങ്ങനെയൊന്നും നൽകാനായിട്ട് പാടില്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ സെക്ഷൻ 5 കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഈ സിഗരറ്റ് അല്ലെങ്കിൽ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങൾ ഒരു മാധ്യമത്തിലൂടെയും ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പത്രം അല്ലെങ്കിൽ നമ്മുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ബുക്കുകൾ വഴി നൽകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സിഗരറ്റിൻ്റെ യൂസ് അല്ലെങ്കിൽ സിഗരറ്റുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളൊന്നും നമ്മൾ ടി വിയിലെങ്ങും കാണാറില്ല. എങ്ങും അങ്ങനെയുള്ള പരസ്യങ്ങളില്ല. സിഗരറ്റുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ കാണാറുണ്ടോ? ഇല്ല, ഒന്നും കാണാറില്ല. ഇപ്പോൾ സിഗരറ്റിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് പോലും എന്താണ് പിക്ചറുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് സിഗരറ്റ് വലിച്ചുണ്ടാകുന്ന അസുഖങ്ങളുടെ പിക്ചറുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ എന്താണ് ടൊബാക്കോ പ്രോഡക്റ്റ് ഈസ് ഹെൽത്തി അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ്, സിഗരറ്റുകളുടെ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം നിർദ്ദേശിക്കുന്നതോ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള പരസ്യങ്ങൾ ഒരു മാധ്യമത്തിലൂടെയും അത് ദൃശ്യശ്രാവ്യ പത്ര, പുസ്തക, ബുക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളോട് നൽകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തിയും ഇപ്പോൾ ഒരു സാമ്പത്തിക ലാഭത്തിനായിട്ട് സിഗരറ്റ് മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെ സംബന്ധിക്കുന്ന പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുക, അവരുടെ പ്രദർശനത്തിന് അനുമതി നൽകുകയോ ചെയ്യരുത്. ഇപ്പോൾ തിയേറ്ററുകളിലായാലും പ്രദർശനത്തിനുള്ള അനുമതിയില്ല. ഓക്കെ, അതായത് അതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുണ്ട്. അതുപോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ, ഫിലിമുകൾ, പിന്നെ ടേപ്പ് എന്നിവയുടെയൊക്കെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരസ്യമടങ്ങുന്ന ലഘുലേഖകളൊന്നും പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുക അല്ലെങ്കിൽ അത് വിതരണം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിഗരറ്റിൻ്റെ മറ്റ് പുകയില ഉൽപ്പന്നത്തിൻ്റെ ഏതെങ്കിലും വ്യാപാര മുദ്രയോ ബ്രാൻഡ് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സ്കോളർഷിപ്പുകളോ സമ്മാനങ്ങളോ ഒന്നും നൽകാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് സെക്ഷൻ 5 പറയുന്നത്, പ്രൊഹിബിഷൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, ഓർത്തിരിക്കുക, സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പരസ്യത്തിൻ്റെ നിരോധനമാണ് കേട്ടോ. പരസ്യ നിരോധനമാണ് ഇത് സെക്ഷൻ 5 പറയുന്നത്. ഓക്കെ, സെക്ഷൻ 5 നിരോധിച്ചെന്ന് പറഞ്ഞു. എന്താണ്? അഡ്വർടൈസ്മെൻറ്റ് നിരോധിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അത് ലംഘിക്കുകയാണെങ്കിൽ, സെക്ഷൻ 5 വ്യവസ്ഥകൾ ലംഘിക്കുകയാണെങ്കിൽ, പണിഷ്മെൻറ്റ് ഫോർ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് സിഗരറ്റ്സ് ആൻഡ് ടൊബാക്കോ പ്രോഡക്ട്സ് ഹൂഎവർ കോൺട്രാവെൻസ് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 5 ഷാൽ കൺവിക്ഷൻ ബി പണിഷബിൾ വിത്ത് in case of first conviction with imprisonment for a term which may extend to 2 years or with fine which may extend to 1,000 rupees or with both. ഓക്കെ, അപ്പോൾ സെക്ഷൻ 5 വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് സിഗരറ്റ് അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നടത്തുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 22 പ്രകാരമാണ് ശിക്ഷ. ആദ്യമായിട്ടാണ് ശിക്ഷ ചെയ്യുന്നത് ഈ ഒരു കുറ്റം ചെയ്യുന്നതുണ്ടെങ്കിൽ. ഓക്കെ, കൺവിക്ഷൻ ഇൻ കേസ് ഓഫ് ഫസ്റ്റ് കൺവിക്ഷൻ, ആദ്യമായിട്ടാണ് കുറ്റം ചെയ്യുന്നതെങ്കിൽ 2 വർഷം വരെ തടവ് ശിക്ഷയോ അല്ലെങ്കിൽ 1000 രൂപ വരെ പിഴയോ ആണ്. മേ ബി 1,000 rupees ഫൈൻ അല്ലെങ്കിൽ രണ്ടും കൂടിയേ ലഭിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു കുറ്റം ചെയ്യുന്നതെങ്കിൽ എന്ത് ലഭിക്കും? 2 വർഷം വരെ തടവ് അല്ലെങ്കിൽ 1000 രൂപ പിഴ ലഭിക്കും. ഓക്കെ, ഇനി ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് ഓർ സബ്സീക്വൻറ്റ് കൺവിക്ഷൻ, രണ്ടാമതോ തുടർന്നോ ആ കുറ്റം ആവർത്തിച്ചാൽ, ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് അല്ലെങ്കിൽ സബ്സീക്വൻറ്റ് കൺവിക്ഷൻ വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5 years വിത്ത് ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5,000 rupees. ഓക്കെ, 5 വർഷം വരെ നീട്ടാവുന്ന തടവോ 5,000 രൂപ വരെ പിഴയാണ്. 5 വർഷം വരെ നീട്ടാവുന്ന തടവോ 5,000 രൂപ വരെ പിഴയാണ്. 5 വർഷം വരെ നീട്ടാവുന്ന തടവ് ശിക്ഷ അല്ലെങ്കിൽ 5,000 രൂപ വരെ പിഴ ലഭിക്കും. ഏതിനാണ്? ഈ ഒരു കുറ്റം ആവർത്തിച്ചാൽ അല്ലെങ്കിൽ രണ്ടാമത് ചെയ്താൽ. ഓക്കെ, അപ്പം സെക്ഷൻ 5 എന്താണ്? പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവയുടെ പരസ്യത്തിൻ്റെ നിരോധനമാണ് സെക്ഷൻ 5. ആ വ്യവസ്ഥകൾ ലംഘിക്കുകയാണെങ്കിൽ ശിക്ഷ ലഭിക്കുന്നത് സെക്ഷൻ 22 പ്രകാരമാണ്. അപ്പോൾ ആദ്യമായിട്ട് കുറ്റം ചെയ്താൽ 2 വർഷം വരെ തടവ് അല്ലെങ്കിൽ 1000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കും. രണ്ടാമത് വീണ്ടും തുടർന്ന് ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ 5 വർഷം വരെ
നീട്ടാവുന്ന തടവ് ശിക്ഷയോ 5000 രൂപ വരെ പിഴയോ ലഭിക്കാം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ള സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 6 ആണ്. പ്രൊഹിബിഷൻ ഓൺ സെയിൽ ഓഫ് സിഗരറ്റ് ഓർ അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ടു എ പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് 18 ഇയേഴ്സ് ആൻഡ് ഇൻ പർട്ടിക്കുലർ ഏരിയ. ഓക്കെ, 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് സിഗരറ്റ് മറ്റ് പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നതിനുള്ള നിരോധനമാണ്. ഓക്കെ, പ്രൊഹിബിഷൻ ഓൺ സെയിൽ ഓഫ് സിഗരറ്റ്സ് ഓർ അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ടു എ പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് 18 ഇയേഴ്സ് ആൻഡ് ഇൻ പർട്ടിക്കുലർ ഏരിയ. ഓക്കെ, അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല, സിഗരറ്റിനോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളൊന്നും വിൽക്കുവാൻ പാടില്ല. അത് നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 6 ആണ്. ഓക്കെ, നോ പേഴ്സൺ ഷാൽ സെൽ ഓർ ഓഫർ ഫോർ സെയിൽ ഓർ പെർമിറ്റ് സെയിൽ ഓഫ് സിഗരറ്റ്സ് ഓർ എനി ടൊബാക്കോ പ്രോഡക്ട്സ് ടു എനി പേഴ്സൺ ഹു ഈസ് അണ്ടർ 18 ഇയേഴ്സ് ഓഫ് ഏജ്. 18 വയസ്സിന് താഴെയുള്ള ആർക്കും വിൽക്കാൻ പാടില്ല, അത് നിരോധിച്ചിരിക്കുന്നു. ഈ വകുപ്പ് പ്രകാരം 18 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യണം, ആ ഒരു കടയിൽ ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രദർശിപ്പിക്കണമെന്നുണ്ട് കേട്ടോ. അതായത് കടയുടെ മുന്നിൽ ഇപ്പോൾ ഈ 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശിക്ഷാർഹമാണെന്ന് ഒരു 60 സെൻറ്റിമീറ്റർ ബൈ 30 സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ കടകളുടെ മുന്നിൽ എന്ത് ചെയ്യണം, ബോർഡ് സ്ഥാപിച്ചിരിക്കണം അല്ലെങ്കിൽ പ്രദർശിപ്പിക്കണമെന്നുണ്ട്. അത് ഓർത്തിരിക്കുക. 60 ബൈ 30 സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ കടകളുടെ മുന്നിൽ എന്ത് ചെയ്യണം, 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശിക്ഷാർഹമാണ് എന്ന് എന്ത് ചെയ്യണം, പ്രദർശിപ്പിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പുകയില ഉൽപ്പന്നങ്ങൾ മൊത്തമായിട്ട് ചില്ലറയായി വിൽക്കുന്ന കടകളിൽ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കണമെന്നുണ്ട്. ആ ഒരു ഇത് പ്രകാരം എന്താണ്, കടയുടെ മുന്നിൽ 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ശിക്ഷാർഹമാണ് 60 ബൈ 30 സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ ഇത്തരം കടകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കണം. അതുപോലെ തന്നെ സ്കൂൾ പരിസരത്തുള്ള കടകളിൽ പുകയില ഉൽപ്പന്നങ്ങൾ, പിന്നെ മൗത്ത് റിഫ്രഷേഴ്സ്, പിന്നെ നമ്മുടെ മിഠായികൾ എന്ന രൂപത്തിലൊക്കെ എന്ത് ചെയ്യണം, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിരോധിക്കണം എന്ന കാര്യങ്ങൾ ഈ ഒരു ഇതിനകത്ത് പറയുന്നുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ കുട്ടികളെ ആകർഷിക്കാത്ത വിധത്തിൽ ചെറിയ പാക്കറ്റുകളൊക്കെ വിതരണം നടത്തുന്നതൊക്കെ എന്താണ്, തടയുന്നതിനൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നിയമം അനുശാസിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം സെക്ഷൻ 6 എന്താണ്, പ്രൊഹിബിഷൻ ഓൺ സെയിൽ ഓഫ് സിഗരറ്റ്സ് ഓർ അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ടു എ പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് 18 ഇയേഴ്സ് ആൻഡ് ഇൻ പർട്ടിക്കുലർ ഏരിയ. ഓക്കെ, പർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് ഈ സ്കൂൾ പരിസരത്തൊന്നും എന്ത് ചെയ്യില്ല, ഇത് വിൽക്കാൻ പാടില്ല എന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പരിധിയൊക്കെ അടുത്തൊരു സെഷനകത്താണ് വരുന്നത്. അപ്പോൾ ഒരു വകുപ്പ് പ്രകാരം 18 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ 6B സെക്ഷൻ 6-നകത്തെ സബ്സെക്ഷൻ ബി എന്താണ് പറയുന്നത്, ഇൻ ആൻ ഏരിയ വിത്തിൻ എ റേഡിയസ് ഓഫ് 100 യാർഡ്സ് ഓഫ് എനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. 100 യാർഡ്. ഓക്കെ, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടില്ല. അത് കർശനമായി നിരോധിച്ചിരിക്കുന്ന സെക്ഷനാണിത്. സെക്ഷൻ 6B വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ പരിധിയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ് സെക്ഷൻ 6B എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഇൻ ആൻ ഏരിയ വിത്തിൻ എ റേഡിയസ് ഓഫ് 100 യാർഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 100 മീറ്റർ ആണ് കേട്ടോ. അപ്പോൾ സിഗരറ്റ് ഇതര പുകയില ഉൽപ്പന്നങ്ങൾ, ലഹരി ഉൽപ്പന്നങ്ങളും, അതായത് പാൻ മസാല പോലുള്ള സാധനങ്ങളൊക്കെ സ്ഥാപനത്തിൻ്റെ 100 മീറ്റർ ചുറ്റളവിൽ വിൽക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബോർഡ് എന്ത് ചെയ്യണം, സ്കൂളിന് പുറത്ത് വ്യക്തമായിട്ട് കാണിക്കത്ത വിധത്തിൽ സ്ഥാപിച്ചിരിക്കണമെന്നുണ്ട്. സ്കൂൾ അധികൃതർ സ്ഥാപിക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ ആ 100 മീറ്ററിലുള്ള കടകളിലെല്ലാം ഇതുപോലെ ഈ സാധനങ്ങളെല്ലാം ഈ ഒരു ബോർഡ് അവരും പതിക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യാൻ പാടില്ല, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. സെക്ഷൻ 6B വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധനമാണ്. 100 മീറ്റർ ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കർശനമായി എന്ത് ചെയ്തിരിക്കുന്നു, നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു നിയമത്തിൻ്റെ ശരിയായ നടത്തിപ്പിനായിട്ട് സ്കൂൾ അധികൃതർക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം എന്ത് ചെയ്യാം, അഭ്യർത്ഥിക്കാമെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം സെക്ഷൻ 6B-യിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതൊരാൾക്കും ലഭിക്കുന്ന ശിക്ഷയെക്കുറ്റി പറയുന്നത് സെക്ഷൻ 24-നകത്താണ്. പണിഷ്മെൻറ്റ് ഫോർ സെയിൽ ഓഫ് സിഗരറ്റ്സ് ഓർ എനി അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ഇൻ സർട്ടൻ പ്ലേസസ് ഓർ ടു പേഴ്സൺസ് ബിലോ ദ ഏജ് ഓഫ് 18 ഇയേഴ്സ്. ഓക്കെ, അപ്പം സെക്ഷൻ 6 നമ്മൾ പറഞ്ഞു എന്താണ്, 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. 6B എന്ന് പറഞ്ഞു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമീപമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധനമാണ് ഇത് 6B എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും വ്യവസ്ഥകൾ ലംഘിക്കുകയാണെങ്കിൽ ഏതൊരാൾക്ക് ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 24 പണിഷ്മെൻറ്റ് ഫോർ സെയിൽ ഓഫ് സിഗരറ്റ്സ് ഓർ എനി അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ഇൻ സർട്ടൻ പ്ലേസസ് ഓർ ടു പേഴ്സൺസ് ബിലോ ദ ഏജ് ഓഫ് 18 ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ശിക്ഷ എന്നുള്ളത് നോക്കാം. എനി പേഴ്സൺ ഹു കോൺട്രാവൻസ് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 6 ഷാൽ ബി ഗിൽറ്റി ഓഫ് ആൻ ഒഫൻസ് അണ്ടർ ദിസ് ആക്ട് ആൻഡ് ഷാൽ ബി പണിഷബിൾ വിത്ത് ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 200 rupees. 200 രൂപയാണ് ഇതിനുള്ള പിഴയെന്ന് പറയുന്നത്. 200 രൂപയാണ് എന്ത്, പിഴയെന്ന് പറയുന്നത്. ഓക്കെ, ആൾ ഒഫൻസ് അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ ബി കോമ്പൗണ്ടബിൾ ആൻഡ് ഷാൽ ബി ട്രൈഡ് സമ്മർലി ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊസീജിയർ പ്രൊവൈഡഡ് ട്രയൽ കോഡ് ഓഫ് ഓക്കെ, CRPCയുടെ 1973 CRPC പ്രകാരം ഇത് കോമ്പൗണ്ട് ചെയ്യാവുന്ന ഒരു കുറ്റവുമാണ്. ഓക്കെ, കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കോമ്പൗണ്ട് ചെയ്ത് എന്താണ്, പിഴ ഒടുക്കിയത് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കേസ് അവസാനിപ്പിക്കാണ്ട് പറ്റും. ഓക്കെ, അപ്പം സെക്ഷൻ 24-നകത്താണ് ഏതിനുള്ള ശിക്ഷയെപ്പറ്റി പറയുന്നത്. സെക്ഷൻ 6-നും 6B-ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത്. ലഭിക്കുന്ന ശിക്ഷ എത്ര രൂപയാണ്, 200 രൂപ ഫൈനാണ് ഉള്ളത്. ഓക്കെ,
അതൊന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് സെക്ഷൻ 7 ആണ്. സെക്ഷൻ 7 റെസ്ട്രിക്ഷൻസ് ഓൺ ട്രേഡ് കൊമേഴ്സ് ഇൻ ആൻഡ് പ്രൊഡക്ഷൻ സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ്. ഓക്കെ, അപ്പോൾ സിഗരറ്റിൻ്റെ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം, വിതരണം, കച്ചവടം, വാണിജ്യം എന്നിവയിലുള്ള നിയന്ത്രണങ്ങളെ പറ്റി പറയുന്ന സെക്ഷനാണ് ഇത്. സെക്ഷൻ 7 എന്ന് പറയുന്നത് സിഗരറ്റിൻ്റെ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം, വിതരണം, കച്ചവടം, വാണിജ്യം എന്നിവയിലുള്ള നിയന്ത്രണങ്ങളെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 7 ആണ്. സെക്ഷൻ 7 ആണ്. ഓക്കെ, അതിനകത്ത് സബ്സെക്ഷൻ 1 നോക്കാം. നോ പേഴ്സൺ ഷാൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പ്രൊഡ്യൂസ്, സപ്ലൈ ഓർ ഡിസ്ട്രിബ്യൂട്ട് സിഗരറ്റ്സ് ഓർ എനി അതർ ടൊബാക്കോ പ്രോഡക്ട്സ് അൺലെസ് എവരി പാക്കേജ് ഓഫ് സിഗരറ്റ്സ് ഓർ എനി അതർ ടൊബാക്കോ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ്, സപ്ലൈഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹിം ഹിയേഴ്സ് ദെയർ ഓഫ് ഇറ്റ്സ് ലേബൽ. ഓക്കെ, അതായത് സെക്ഷൻ 7 പ്രകാരം നിർദ്ദിഷ്ട ലേബലോ മുന്നറിയിപ്പ് ചിത്രങ്ങളോ മാനദണ്ഡങ്ങളോ ഇല്ലാത്ത സിഗരറ്റ് പാക്കറ്റുകളുടെ ഉൽപ്പാദനം, വിതരണം എന്നിവ നേരിട്ടോ അല്ലാതെയോ ഒരാളും ചെയ്യുവാൻ പാടില്ല എന്ന് പറയുന്നു. അതായത് അപ്പോൾ നമ്മൾ സിഗരറ്റ് പാക്കറ്റിൻ്റെ പുറത്ത് ഇതുപോലെ എന്താണ് ക്യാൻസറൊക്കെ വന്നിട്ടുള്ള പിക്ചർ സാധനങ്ങൾ, അതുപോലെ തന്നെ എന്താ അതിനകത്ത് ടൊബാക്കോ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന്, ആരോഗ്യത്തിന് ഹാനികരമാണ്, അങ്ങനെയൊക്കെയുള്ള മുന്നറിയിപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അങ്ങനെ ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സിഗരറ്റും അല്ലെങ്കിൽ മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. സെക്ഷൻ 7 പ്രകാരം നിർദ്ദിഷ്ട ലേബൽ അല്ലെങ്കിൽ മുന്നറിയിപ്പോ ചിത്രങ്ങളോ മാനദണ്ഡങ്ങളോ ഇല്ലാത്ത സിഗരറ്റ് പാക്കറ്റുകളുടെ ഉൽപ്പാദനം, വിതരണം എന്നിവ നേരിട്ടോ അല്ലാതെയോ ഒരാളും ചെയ്യുവാൻ പാടില്ല. ഓക്കെ, ഇനി സബ്സെക്ഷൻ 2 നോ പേഴ്സൺ ഷാൽ ക്യാരി ഓൺ ട്രേഡ് ഓഫ് കൊമേഴ്സ് സിഗരറ്റ്സ് എനി അതർ ടൊബാക്കോ പ്രോഡക്ട്സ് അൺലെസ് എവരി പാക്കേജ് സിഗരറ്റ്സ് ഓർ എനി അതർ ടൊബാക്കോ പ്രോഡക്ട്സ് സോൾഡ്, സപ്ലൈഡ് ദെയർ ഓൺ ലേബൽ. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, 2-നകത്തും അതാണ് പറയുന്നത്. അപ്പോൾ 1-നകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് സെക്ഷൻ 7-ൻ്റെ. 2-നകത്ത് പറഞ്ഞത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഓക്കെ, നിർദ്ദിഷ്ടമായിട്ടുള്ള ലേബലോ മുന്നറിയിപ്പ് ചിത്രങ്ങളോ മാനദണ്ഡങ്ങളോ ഒന്നുമില്ലാതെ അത്തരം സിഗരറ്റ് പാക്കറ്റുകളുടെ ഉൽപ്പാദനം, വിതരണം എന്നിവ നേരിട്ടോ അല്ലാതെ ഒരാളും ചെയ്യാൻ പാടില്ല. 3. No person shall import cigarettes or any other tobacco products for distribution or supply for a valuable consideration or for sale in India unless every package of cigarettes or any other tobacco products so imported by him bears their own label special warning. Okay, അപ്പോൾ എന്ത് ചെയ്യരുത്, ഇമ്പോർട്ട് ചെയ്യുന്ന സിഗരറ്റ് പ്രോഡക്ട്സിലും ഈ ഒരു കാര്യങ്ങളുണ്ട് കേട്ടോ. നോ പേഴ്സൺ ഷാൽ ഇമ്പോർട്ട് സിഗരറ്റ്സ് ഓർ എനി അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓർ സപ്ലൈ. ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സിഗരറ്റ് പ്രോഡക്ട്സിൽ എന്ത് ചെയ്യണം, ലേബലും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള ഒരു സെക്ഷനാണ് ഇത്. സബ്സെക്ഷൻ 3-കകത്ത് വരുന്നത്, 7-നകത്ത് 3-കകത്ത് വരുന്നത്. 4 കണ്ടോ, ദ സ്പെസിഫൈഡ് വാർണിംഗ് ഷാൽ അപ്പിയർ ഓൺ നോട്ട് ലെസ് ദാൻ ഓൺ ലാർജസ്റ്റ് പാനൽസ് ഓഫ് പാക്കേജ് ഇൻ വിച്ച് സിഗരറ്റ്സ് ഓർ എനി അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ഹാവ് ബീൻ പാക്ഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസ് ഓഫ് പ്രോഡക്റ്റ് വാല്യുബിൾ കൺസിഡറേഷൻ. ഓക്കെ, അതായത് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുന്ന പാക്കേജിൽ ഇപ്പം അതിനകത്തുള്ള ഉള്ളടക്കം ഉണ്ടല്ലോ, നിക്കോട്ടിൻ അല്ലെങ്കിൽ ടാറ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന വിവരണങ്ങൾ എന്ത് ചെയ്യണം, ഒരു വിവരണം ഉചിതമായ ചിത്രരൂപത്തിലുള്ളൊരു മുന്നറിയിപ്പായിട്ട് നൽകണമെന്ന് കൊടുത്തിരിക്കുന്നുണ്ട്. അത് ഇത്ര ഒരു മൊത്തം പാക്കിൻ്റെ ഇത്ര സൈസിൽ വേണമെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇത് സ്പെസിഫൈഡ് വാർണിംഗ് ഷാൽ അപ്പിയർ ഓൺ നോട്ട് ലെസ് ദാൻ 1 ഓഫ് ലാർജസ്റ്റ് പാനൽസ് ഓഫ് ദ പാക്കേജ് ഇൻ വിച്ച് ഓർ എനി അതർ ടൊബാക്കോ ഹാവ് ബീൻ പാക്ഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ സ്പെസിഫൈഡ് വാർണിംഗ്, ഈ ഒരു വാർണിംഗ് ഷാൽ അപ്പിയർ ഓൺ നോട്ട് ലെസ് ദാൻ 1 ഓഫ് ദ ലാർജസ്റ്റ് പാനൽസ്. അത് എത്ര ഉണ്ടോ അതിൽ 1 ഓഫ് എന്താ, ഒരു സൈഡ് എന്തായിരിക്കണം, 1 ഓഫ് എന്തായിരിക്കണം, 1 ഓഫ് ദ ലാർജസ്റ്റ് പാനൽസ് എന്തായിരിക്കണം, ഇതിൻ്റെ വാർണിംഗ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നോ പേഴ്സൺ ഷാൽ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി പ്രൊഡ്യൂസ്, സപ്ലൈ ഓർ ഡിസ്ട്രിബ്യൂട്ട് സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് അൺലെസ് എവരി പാക്കേജ് ഓഫ് സിഗരറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, സപ്ലൈഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹിം ഇൻഡിക്കേറ്റിംഗ് ലേബൽ നിക്കോട്ടിൻ. ഓക്കെ, അപ്പോൾ നിക്കോട്ടിൻ്റെയും ടാറിൻ്റെയും ഒക്കെ കണ്ടൻറ്റൊക്കെ എത്രയൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതിനകത്ത് അടങ്ങിയിരിക്കണം എന്നുള്ള കാര്യം അതിനകത്ത് എന്തെങ്കിലും രേഖപ്പെടുത്തിയിരിക്കണം, ഒരു മുന്നറിയിപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കണമെന്നുണ്ട്. അതും അല്ലാതുള്ളത് അങ്ങനെ എന്താ നിക്കോട്ടിൻ്റെ കാര്യങ്ങളൊന്നും അടങ്ങിയിട്ടില്ല, അത് വിവരങ്ങളൊന്നും കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് എന്താണ്, അങ്ങനെയുള്ളതും എന്ത് ചെയ്യാൻ പാടില്ല, മുന്നറിയിപ്പൊന്നും ഇല്ലാത്തതും വിൽക്കുവാൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നിർദ്ദിഷ്ട അളവിൽ കൂടുതലായിട്ട് നിക്കോട്ടിനും ടാറും അടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ സിഗരറ്റ് അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം, വിതരണമൊക്കെ എന്താണ്, കുറ്റകരമാണ്. അതും ഇതിനകത്ത് പറയുന്നുണ്ട്, സെക്ഷൻ 7-നകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള സിഗരറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി എന്താണ്, ഒരു വലിയ ക്രൈമാണ്. ഓക്കെ, കുറ്റകരമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സെക്ഷൻ 7 എന്താണ് പറയുന്നത്, റെസ്ട്രിക്ഷൻസ് ഓൺ ട്രേഡ് കൊമേഴ്സ് ഇൻ ആൻഡ് പ്രൊഡക്ഷൻ, സപ്ലൈ, ഡിസ്ട്രിബ്യൂഷൻ സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. സിഗരറ്റിൻ്റെയോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം, വിതരണം, കച്ചവടം, വാണിജ്യം എന്നിവയുള്ള നിയന്ത്രണങ്ങളെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്, സെക്ഷൻ 7-നകത്ത് പറയുന്നത്. സെക്ഷൻ 7 പ്രകാരം നിർദ്ദിഷ്ട ലേബൽ അല്ലെങ്കിൽ മുന്നറിയിപ്പ് ചിത്രങ്ങളോ മാനദണ്ഡങ്ങളോ ഇല്ലാത്ത സിഗരറ്റ് പാക്കറ്റുകളുടെ ഉൽപ്പാദനം, വിതരണം എന്നിവ ഒരു വ്യക്തിയും നടത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യരുതെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുന്ന പാക്കേജിൽ അതിൻ്റെ നിക്കോട്ടിൻ, ടാറ് എന്നിവ അത്രമാത്രം അടങ്ങിയിട്ടുള്ള ഉള്ളടക്കങ്ങളൊക്കെ അതിനകത്ത് ഒരു വിവരണം ഉചിതമായ ചിത്രരൂപത്തിൽ കൊടുത്തിരിക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിർദ്ദിഷ്ട അളവിൽ കൂടുതൽ നിക്കോട്ടിൻ, ടാറും ഒക്കെ അടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം, വിതരണം എന്ത് ചെയ്യണം, കുറ്റകരമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാനദണ്ഡങ്ങളൊക്കെ പാലിക്കാതെയുള്ള സിഗരറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി എന്താണ്, ഒരു കുറ്റകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 8 ആണ്.
സെക്ഷൻ 8 മാനേഴ്സ് ഇൻ വിച്ച് സ്പെസിഫൈഡ് വാർണിംഗ് ഷാൽ ബി മെയ്ഡ്. ദ സ്പെസിഫൈഡ് വാർണിംഗ് ഓൺ പാക്കേജ് ഓഫ് സിഗരറ്റ്സ് ഓർ എനി അതർ ടൊബാക്കോ പ്രോഡക്റ്റ് ഷാൽ ബി എ ലെജിബിൾ ആൻഡ് പ്രൊമിനൻ്റ് ആയിരിക്കണം. ബി കോൺസ്പീഷ്യസ് ആസ് ടു സൈസ് ആൻഡ് കളർ. സി ഇൻ സച്ച് സ്റ്റൈൽ ഓർ ടൈപ്പ് ഓഫ് ലെറ്ററിംഗ് ആസ് ടു ബി ബോൾഡ്ലി ക്ലിയർലി പ്രസൻറ്റഡ്. ഓക്കെ. ആൻഡ് ഗ്രാഫിക് മെറ്റീരിയൽ പാക്കേജ് ലേബൽ പ്രിൻറ്റഡ് പെയിൻറ്റഡ് ഓൺ പാക്കേജ് ഇൻ കളർ. ഓക്കെ. സബ്സെക്ഷൻ 2 പറയുന്നത് മാനർ ഇൻ വിച്ച് സ്പെസിഫൈഡ് വാർണിംഗ് ഷാൽ ബി പ്രിൻറ്റഡ് പെയിൻറ്റഡ് ഇൻസ്ക്രൈബ്ഡ് ദ പാക്കേജ് ഓഫ് സിഗരറ്റ്സ് ഓർ എനി അതർ ടൊബാക്കോ പ്രോഡക്റ്റ് ഷാൽ ബി സച്ച് മേ ബി സ്പെസിഫൈഡ് ഇൻ റൂൾസ് മെയ്ഡ് അണ്ടർ ദിസ് ആക്ട്. മൂന്നാമത്തത് എവരി പാക്കേജ് കണ്ടെയ്നിങ് സിഗരറ്റ്സ് ഓർ എനി അതർ ടൊബാക്കോ പ്രോഡക്റ്റ് ഷാൽ ബി പാക്ഡ് സോ എൻഷുർ ദാറ്റ് ദ സ്പെസിഫൈഡ് വാർണിംഗ് അപ്പിയറിംഗ് ദെയർ ഓൺ ബിഫോർ ദ പാക്കേജ് ഈസ് ഓപ്പൺഡ് വിസിബിൾ ടു ദ കൺസ്യൂമർ. ഓക്കെ. അപ്പോൾ 8-നകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ സിഗരറ്റിൻ്റെ മറ്റേതെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിലെ നിർദ്ദിഷ്ട മുന്നറിയിപ്പ് എങ്ങനെയായിരിക്കണം. വാണിംഗ് കൊടുക്കണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ ഒരു വാണിംഗ് എങ്ങനെയായിരിക്കണം ഇതിനകത്ത് കൊടുക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. സെക്ഷൻ 8-നകത്ത് പറയുന്നത്. ഓക്കെ. അപ്പോൾ സെക്ഷൻ 8-നകത്ത് പറയുന്നത് സിഗരറ്റ് പാക്കറ്റുകളിലെ ലേബലുകളും മുന്നറിയിപ്പുകളും നിയമാനുസൃതമായിരിക്കണം, ലെജിബിൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവ ഉപഭോക്താവിന് വ്യക്തമായി കാണാവുന്ന തരത്തിലായിരിക്കണമെന്ന് പറയുന്നുണ്ട്. കോൺസ്പിഷ്യസ് ടു സൈസ് ആൻഡ് കളർ. ഓക്കെ. വ്യക്തമായിട്ട് കാണാവുന്ന തരത്തിലും ആയിരിക്കണം. അതുപോലെ തന്നെ ഈ മുന്നറിയിപ്പുകളുടെ നിറം, വലിപ്പം എന്നിവ എന്തായിരിക്കണം, ഈ ഒരു നിയമത്തിലെ മാനദണ്ഡപ്രകാരം ആയിരിക്കണം. അതുപോലെ തന്നെ ചിത്ര മുന്നറിയിപ്പുകൾ ഓരോ വർഷവും മാറ്റേണ്ടതാണെന്നും പറയുന്നുണ്ട്. ഓരോ വർഷം എന്ത് ചെയ്യണം, ഇത് മാറ്റേണ്ടതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടൊബാക്കോ പ്രോഡക്ട്സ് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്താണ് ഈ ഒരു ഇത് മേടിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, ഈ ഒരു വാർണിംഗ് സൈൻ കാര്യങ്ങൾ കാണുന്ന തരത്തിലായിരിക്കണം ഇത് കൊടുത്തിരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നുകിൽ പ്രിൻ്റ് അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്ത് ഇൻസ്ക്രൈബ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് വാർണിംഗ്. അതുപോലെ തന്നെ അത് എന്ത് ചെയ്യണം, ഓരോ വർഷവും ചിത്ര മുന്നറിയിപ്പുകൾ എന്ത് ചെയ്യണം, ഓരോ വർഷവും മാറ്റേണ്ടതാണെന്ന് പറയുന്നുണ്ട്. മുന്നറിയിപ്പുകളുടെ നിറം, വലിപ്പം എന്നിവ മാനദണ്ഡപ്രകാരമായിരിക്കണം. അത് ഒരുപാട് ചെറുതായിട്ട് കൊടുത്തിരുന്ന ആൾക്കാർക്ക് അത് വായിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ പറ്റില്ല. അങ്ങനെ കൊടുക്കരുത്. ഓക്കെ. അതുപോലെ തന്നെ സിഗരറ്റ് പാക്കറ്റുകളിലെ ലേബലുകളും മുന്നറിയിപ്പുകളും നിയമാനുസൃതം ഉപഭോക്താവിന് വ്യക്തമായി കാണാവുന്ന തരത്തിലുമൊക്കെ ആയിരിക്കണം എന്ന് പറയുന്നതാണ് ഇത് സെക്ഷൻ 8 എന്ന് പറയുന്നത്. ഓക്കെ. സെക്ഷൻ 8 എന്താണ്, സിഗരറ്റിൻ്റെയോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിലെ നിർദ്ദിഷ്ട മുന്നറിയിപ്പ് എങ്ങനെയായിരിക്കണം, വാർണിംഗ് എങ്ങനെയായിരിക്കണം, മാനർ ഇൻ വിച്ച് സ്പെസിഫൈഡ് വാർണിംഗ് ഷാൽ ബി മെയ്ഡ് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നതാണ് സെക്ഷൻ 8 എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സെക്ഷൻ 9 ലാംഗ്വേജ് ഇൻ വിച്ച് സ്പെസിഫൈഡ് വാർണിംഗ് ഷാൽ ബി എക്സ്പ്രസ്ഡ്. അതിനകത്ത് ഒന്നാമത്തെ വേർ ദ ലാംഗ്വേജ് യൂസ്ഡ് ഓൺ പാക്കേജ് കണ്ടെയ്നിങ് സിഗരറ്റ്സ് ഓഫ് എനി അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ഓൺ ഇറ്റ്സ് ലേബൽ ഈസ്. സബ്സെക്ഷൻ എ പറയുന്നത് ഇംഗ്ലീഷ്. ദ സ്പെസിഫൈഡ് വാർണിംഗ് ഷാൽ ബി എക്സ്പ്രസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ. അപ്പോൾ അത് സെക്ഷൻ 9-നകത്ത് എന്താണ് പറയുന്നത്, സിഗരറ്റുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളിലെ പാക്കേജുകളിലോ ലേബലുകളിലോ ഉപയോഗിക്കേണ്ട ഭാഷ ഏതാണ് എന്നതിനെ സംബന്ധിച്ചുള്ള സെക്ഷനാണ് ഇത് സെക്ഷൻ 9 എന്ന് പറയുന്നത്. അപ്പോൾ ലേബലുകളും മുന്നറിയിപ്പുകളും എഴുതിയിരിക്കുന്നത് ഒന്നുകിൽ ഇംഗ്ലീഷ് ഭാഷയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷകളിലോ ആയിരിക്കണം. അപ്പോൾ അതിൽ എ പറയുന്നത് ഇംഗ്ലീഷ്. ദ സ്പെസിഫൈഡ് വാർണിംഗ് ഷാൽ ബി എക്സ്പ്രസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വാർണിംഗ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഇന്ത്യൻ ഭാഷകളിലും എന്ത് ചെയ്യാം, ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. എനി ഇന്ത്യൻ ലാംഗ്വേജ് ഓർ ലാംഗ്വേജസ് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇംഗ്ലീഷിലും 1 or more ഇന്ത്യൻ ലാംഗ്വേജസിലും ഇതുപോലെ വാർണിംഗ് കൊടുക്കാം. അല്ലെങ്കിൽ പാർഷ്യലി ഇംഗ്ലീഷ്, പാർഷ്യലി ഇന്ത്യൻ ലാംഗ്വേജിൽ വാർണിംഗ് കൊടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിൻ ലാംഗ്വേജുകളിൽ വാർണിംഗ് കൊടുക്കാം. പക്ഷേ അതോടൊപ്പം എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് ലാംഗ്വേജിലും വാർണിംഗ് കൊടുക്കുക എന്നുള്ളതാണ് ഈക്കകത്ത് പറയുന്നത്. എഫ് പാർഷ്യലി ഫോറിൻ ലാംഗ്വേജിലും പാർഷ്യലി ഇംഗ്ലീഷിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വാർണിംഗ് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. നോ പാക്കേജ് ഓഫ് സിഗരറ്റ്സ് എനി ടൊബാക്കോ പ്രോഡക്ട്സ് ലേബൽ കണ്ടെയ്ൻ എനി മാറ്റർ സച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇസ്. ഓക്കെ. അപ്പം അങ്ങനെ വാർണിംഗ് കാര്യങ്ങളൊന്നും ഒരു ലാംഗ്വേജിലും കൊടുക്കാത്തത് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കൊടുക്കാതിരിക്കുന്നത് എന്താണ്, ശിക്ഷാർഹമാണെന്ന് പറയുന്നതാണ് സബ്സെക്ഷൻ 2-നകത്ത് പറയുന്നത്. സെക്ഷൻ 9-നകത്ത് സബ്സെക്ഷൻ 2-നകത്ത് പറയുന്നത്. അപ്പം ഓർത്തിരിക്കുക, സെക്ഷൻ 9 എന്താണ്, സിഗരറ്റുകൾ മറ്റേതെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളിലോ പാക്കേജുകളിലോ ലേബലുകളിലോ ഉപയോഗിക്കുന്ന ഭാഷയെ സംബന്ധിച്ചാണ് പറയുന്നത്, ലാംഗ്വേജിനെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. സെക്ഷൻ 9 പറയുന്നത് പ്രകാരം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ ലാംഗ്വേജിൽ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിദേശ ലാംഗ്വേജിൽ കൊടുക്കാം. വിദേശ ലാംഗ്വേജിൽ കൊടുക്കുകയാണെങ്കിൽ അതോടൊപ്പം ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജ് കൂടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പാർഷ്യലി ഇംഗ്ലീഷിലും പാർഷ്യലി വേറൊരു ഇന്ത്യൻ ലാംഗ്വേജിലും കൊടുക്കാം. പാർഷ്യലി ഏതെങ്കിലും 2 ഇന്ത്യൻ ലാംഗ്വേജുകളിൽ കൊടുക്കാം. അങ്ങനെ ഏതെങ്കിലും ഭാഷകളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് മുന്നറിയിപ്പ് കൊടുക്കണമെന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് ഓർത്തിരിക്കുക. എന്താണ്, ഇംഗ്ലീഷിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷകളിലായിരിക്കണം എന്ത് ചെയ്യണം, ലേബൽ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഭാഗികപരമായിട്ട് ഇംഗ്ലീഷിലോ ഭാഗികപരമായിട്ട് ഇന്ത്യൻ ലാംഗ്വേജിലോ കൊടുക്കാം. ഏതെങ്കിലും വിദേശ ഭാഷകളിലുള്ള മുന്നറിയിപ്പ് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള മുന്നറിയിപ്പ് അതിനകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. സെക്ഷൻ 9-നകത്ത് പറയുന്നുണ്ട്. ഓക്കെ. ഇനി സെക്ഷൻ 12 പവർ ഓഫ് എൻട്രി ആൻഡ് സെർച്ച് നടത്താനുള്ള അധികാരം. 1. എനി പോലീസ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് ഇൻസ്പെക്ടർ ഓർ എനി ഓഫീസർ ഓഫ് സ്റ്റേറ്റ് ഫുഡ് ഓർ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഓർ എനി അതർ ഓഫീസർ ഹോൾഡിംഗ് ദ ഇക്വലന്റ് റാങ്ക് ബീയിങ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് sub inspector of police authorized side of central government or by the state government may, if he has any reason to suspect that any provision of this act has been or being contravened,
എൻ്റർ ആൻഡ് സെർച്ച് ഇൻ മാനർ പ്രിസ്ക്രൈബ്ഡ് അറ്റ് എനി റീസണബിൾ ടൈം എനി ഫാക്ടറി ബിൽഡിംഗ് ബിസിനസ് പ്രിമൈസസ് ഓർ എനി അതർ പ്ലേസ്. ഓക്കെ, ഇപ്പോൾ സെർച്ച് 12 പ്രകാരം ഈ ഒരു നിയമത്തിലെ കോട്ട്പ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടു എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പുകയില ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയോ സംഭരിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിനും അവ പിടിച്ചെടുക്കുന്നതിനും കോട്ട്പ നിയമപ്രകാരം അധികാരമുള്ള ഉദ്യോഗസ്ഥരാരൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനി പോലീസ് ഓഫീസർ, ഏതൊരു പോലീസ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് ഇൻസ്പെക്ടർ. സബ് ഇൻസ്പെക്ടർ താഴെയുള്ളവർക്ക് പറ്റൂല. സബ് ഇൻസ്പെക്ടർ മുകളിലോട്ടുള്ള ഏത് പോലീസ് ഉദ്യോഗസ്ഥനും പരിശോധിക്കാം. അതുപോലെ തന്നെ എനി ഓഫീസർ ഓഫ് സ്റ്റേറ്റ് ഫുഡ്, ഓക്കെ, സ്റ്റേറ്റ് ഫുഡ് ഓഫീസർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിശോധിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസർക്ക് പരിശോധിക്കാം. ഓർ എനി അതർ ഓഫീസർ ഹോൾഡിംഗ് ദ ഇക്വലന്റ് റാങ്ക് ബീയിങ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഓക്കെ, അല്ലെങ്കിൽ എനി അതർ ഓഫീസർക്ക് പരിശോധിക്കാം നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഓക്കെ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ റാങ്കിൽ ബിലോ അല്ലാത്ത എനി അതർ ഓഫീസർ, അതായത് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പരിശോധിക്കാനുള്ള അധികാരം ഉണ്ടെന്ന് പറയുന്നതാണ് ആ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഏതാണ്? എനി അതർ ഓഫീസർ ഹോൾഡിംഗ് ദ ഇക്വലന്റ് റാങ്ക് ബീയിങ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഓക്കെ, അപ്പം ഓതറൈസ് സൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? ഓതറൈസ് ചെയ്തിട്ടുള്ളത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓതറൈസ് ചെയ്തിട്ടുള്ള സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഏതൊരു ഓഫീസർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പരിശോധിക്കാൻ പറ്റും. ആ ഒരു പ്രൊവിഷൻ വെച്ചിട്ടാണ് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പരിശോധിക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് ഓർത്തിരിക്കുക. സെക്ഷൻ 12 എന്താണ്? സെർച്ച് നടത്താനുള്ള അധികാരത്തെ പറ്റിയാണ് പറയുന്നുള്ള കാര്യം മാത്രം ഓർത്തിരിക്കുക. ബാക്കി ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. പവർ ഓഫ് എൻട്രി ആൻഡ് സെർച്ച് നടത്താനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നത് ഏതാണ്? സെക്ഷൻ 12-നകത്താണ്. അപ്പോൾ സബ് ഇൻസ്പെക്ടർ തൊട്ട് മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കാം. സേഫ്റ്റി ഫുഡ് ഓഫീസർമാർക്ക് പരിശോധിക്കാം. ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസർമാർക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓതറൈസ് ചെയ്തിട്ടുള്ള സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഏതൊരു ഉദ്യോഗസ്ഥനും, അതായത് തത്തുല്യമായിട്ടുള്ള ഏതൊരു ഉദ്യോഗസ്ഥനും എന്ത് ചെയ്യാം? പരിശോധിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഓതറൈസ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിശോധിക്കാമെന്നും പറയുന്നുണ്ട്. ഓക്കെ, സെക്ഷൻ 12 എന്താണ്? സെർച്ച് നടത്താനുള്ള അധികാരത്തെ പറ്റിയാണ് പറയുന്നത്. സെക്ഷൻ 13 പവർ ടു സീസ്. പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുന്നതിനുള്ള അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇഫ് എനി പോലീസ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് ഇൻസ്പെക്ടർ ഓർ എനി ഓഫീസർ ഓഫ് സ്റ്റേറ്റ് ഫുഡ് ഓർ ഡ്രഗ് ഇൻസ്പെക്ഷൻ ഓഫ് എനി അതർ ഓഫീസർ ഹോൾഡിംഗ് ദി ഇക്വൽ റാങ്ക് ബീയിങ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഓതറൈസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓർ ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് എനി റീസൺ ടു ബിലീവ് ദാറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് എനി പാക്കേജ് സിഗരറ്റ്സ് ഓർ എനി അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ഓർ in respect of any advertisement of cigarettes or any other tobacco products, the provisions of this act have been or being contravened by any seize such package or advertisement material in manner prescribed. രണ്ടാമത്തത് നോ പാക്കേജ് സിഗരറ്റ്സ് ഓർ എനി അതർ പ്രോഡക്ട്സ് or advertisement material is under clause retained by officer who seized the package or advertisement material for a period of exceeding 90 days from the date of seizure unless the approval of district judge within the local limit of whose jurisdiction such seizure was made has been obtained for such retention. ഓക്കെ, അപ്പോൾ അതായത് എന്താണ്? സെക്ഷൻ 13 പ്രകാരം പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഉദ്യോഗസ്ഥർക്ക് അധികാരം ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്, ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസർക്ക്, സ്റ്റേറ്റ് ഫുഡ് ഓഫീസറിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റും. ഇതിനകത്ത് എന്തെങ്കിലും വ്യവസ്ഥകളൊക്കെ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ സിഗരറ്റിൻ്റെ ഏതെങ്കിലും പാക്കറ്റുകൾ, പുകയില ഉൽപ്പന്നങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഈ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടു എന്ന് കണ്ടാൽ അധികാരപ്പെട്ട മേൽപ്പറഞ്ഞ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്തരം പാക്കറ്റുകളോ പരസ്യ വസ്തുക്കളോ ഒക്കെ പിടിച്ചെടുക്കാനായിട്ടുള്ള അധികാരം ഉണ്ട്. അങ്ങനെ സീസ് ചെയ്ത സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അഡ്വർടൈസ്മെൻറ്റ് ഒക്കെ സീസ് ചെയ്ത സാധനങ്ങൾ ഫോർ എ പീരീഡ് ഓഫ് എക്സീഡിങ് 90 ഡേയ്സ്. ഓക്കെ, 90 ഡേയ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് പിടിച്ചു വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനൊരു അപ്രൂവൽ വേണം, ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ ഒരു അപ്രൂവൽ വേണം. അപ്പോൾ സിഗരറ്റിൻ്റെ ഏതെങ്കിലും പാക്കറ്റുകൾ, പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെടുന്നു കണ്ടാൽ മേൽപ്പറഞ്ഞ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പരസ്യ വസ്തുക്കളൊക്കെ പിടിച്ചെടുക്കാനുള്ള അധികാരം ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സെക്ഷൻ 13 പ്രകാരം പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുന്നതിനുള്ള അധികാരമാണ്. പവർ ടു സീസ് ആണ്. അങ്ങനെ സീസ് ചെയ്ത സാധനങ്ങൾ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ ഒരു അപ്രൂവൽ വേണം. എത്ര ഡേയ്സിനുള്ളിൽ? 90 ഡേയ്സിനുള്ളിൽ അപ്രൂവൽ വേണമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത്രയും ദിവസം ഇത് എന്ത് ചെയ്യാൻ പറ്റൂ? ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ ഒരു അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അത് പിടിച്ചു വയ്ക്കാനുള്ള അധികാരം ഉണ്ടെന്നും പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 20 ആണ്. പണിഷ്മെൻറ്റ് ഫോർ ഫെയിലിയർ ടു ഗീവ് സ്പെസിഫൈഡ് വാർണിംഗ് ആൻഡ് നിക്കോട്ടിൻ ആൻഡ് ടാർ കണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നിക്കോട്ടിൻ്റെയും ടാറിൻ്റെയും അളവുകളുടെ മുന്നറിയിപ്പുകളുടെയും ഉള്ളടക്കത്തെ സംബന്ധിച്ച് അവ നൽകിയില്ലെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷയെ സംബന്ധിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. സെക്ഷൻ 20 പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സെക്ഷനകത്ത് പറഞ്ഞായിരുന്നു എന്ത്? നിക്കോട്ടിനും പുകയില ഉൽപ്പന്നങ്ങളായിട്ടുള്ള നിക്കോട്ടിൻ ടാറിൻ്റെയൊക്കെ അളവുകൾ, അതിൻ്റെ മുന്നറിയിപ്പ്, ഇതൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളതെന്നുള്ള മുന്നറിയിപ്പും അതിൻ്റെ ഉള്ളടക്കത്തെയൊക്കെ കുറിച്ച് ഇതിനകത്ത് കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ കൊടുത്തില്ല എങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷകളെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. സെക്ഷൻ 20 പറയുന്നത്. ഓക്കെ, അപ്പോൾ എനി പേഴ്സൺ ഹു പ്രൊഡ്യൂസർ മാനുഫാക്ചർ സിഗരറ്റ് ടൊബാക്കോ പ്രോഡക്ട്സ് വിച്ച് ഡു നോട്ട് കണ്ടെയ്ൻ എയ്തർ ഓൺ ദ പാക്കേജ് ഓഫ്
on their label specific warning the nicotine tar content shall in the case of first conviction be punishable with imprisonment for a term which may extend to 2 years or with fine which may extend to 5,000 rupees or with both, and for the second or subsequent conviction with imprisonment for a term which may extend to 5 years and with fine which may extend to 10,000 rupees. ഓക്കെ, അപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ സെക്ഷൻ 20 പ്രകാരം സിഗരറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തി അതിലടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ അല്ലെങ്കിൽ ടാർ എന്നിവയെ പറ്റിയുള്ള ലേബലോ മുന്നറിയിപ്പൊന്നും നൽകിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ആദ്യമായിട്ടാണ് ആ കുറ്റം ചെയ്യുന്നതെങ്കിൽ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ 5,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുന്നു. 2 വർഷം വരെ തടവോ 5,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുന്നു. അപ്പോൾ തുടരുകയാണെങ്കിൽ ഈ ഒരു കാര്യം തുടരുകയാണെങ്കിൽ രണ്ടാമത് ചെയ്യുകയാണ് അല്ലെങ്കിൽ തുടർന്നും കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ 5 വർഷം വരെ ആകാവുന്ന തടവും 10,000 രൂപ വരെ പിഴയും ലഭിക്കും. ഓക്കെ, 5 വർഷം വരെ ആകാവുന്ന തടവും 10,000 രൂപയും ലഭിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ 2, any person who sells or distributes cigarettes or tobacco products which do not contain either on the package or their label specific warning nicotine tar content shall in case of first conviction be punishable with imprisonment for a term which may extend to 1 year or with fine which may extend to 1,000 rupees or with both, or for the second subsequent conviction imprisonment for a term which may extend to 2 years with fine which may extend to 3,000 rupees. അപ്പോൾ പുകയില ഉൽപ്പന്നമാണെങ്കിലുള്ള നിക്കോട്ടിൻ ടാർ എന്നിവയുടെ അളവ് രേഖപ്പെടുത്താത്ത ലേബലോട് കൂടിയ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് എന്താണ്? കുറ്റകരമാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ 1 വർഷം വരെ തടവോ 1,000 രൂപ പിഴയുമാണ് ആദ്യം ചെയ്തു കഴിഞ്ഞാൽ. രണ്ടാമത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ രണ്ടാമത് ചെയ്യുകയാണെങ്കിൽ 2 വർഷം വരെ തടവും 3,000 രൂപ പിഴയും ലഭിക്കുന്നു. അപ്പോൾ അതായത് സെക്ഷൻ 20 പ്രകാരം സിഗരറ്റ് പുകയില ഉൽപ്പന്നങ്ങളോ നിർമ്മിക്കുന്ന വ്യക്തി അതിലടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ ടാർ എന്നിവയെ പറ്റിയുള്ള ലേബലോ മുന്നറിയിപ്പോ നൽകിയിട്ടില്ലെങ്കിൽ അതൊരു കുറ്റകരമായിട്ടുള്ള ശിക്ഷയാണ്. ഓക്കെ, അതായത് നിക്കോട്ടിൻ ടാർ എന്നിവയെ പറ്റിയിട്ടുള്ള ലേബൽ കൊടുക്കാതിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് രേഖപ്പെടുത്താതിരിക്കുന്നതിന് ആണ് രണ്ടാമത്തേനുള്ള കാര്യം. ഓക്കെ, ഒന്നാമത്തതിനകത്ത് പറയുന്ന സെക്ഷൻ 20-നകത്തെ ഒന്നാമത്തെ സബ്സെക്ഷനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? അതിലടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ ടാർ എന്നിവയെ പറ്റി എന്ത് ചെയ്യുന്നില്ല, മുന്നറിയിപ്പ് വാണിംഗ് അല്ലെങ്കിൽ ഒരു ലേബൽ കൊടുത്തിട്ടില്ല. അതായത് സിഗരറ്റ് അല്ലെങ്കിൽ ആ പുകയില ഉൽപ്പന്നങ്ങളിനകത്ത് നിക്കോട്ടിൻ ടാറൊക്കെ ഉണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നു, മറച്ചു വയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ്, 2 വർഷം വരെ തടവ് 5,000 രൂപ പിഴയാണ് ആദ്യം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കും ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ. റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 5 വർഷം വരെ ആകാവുന്ന തടവും 10,000 രൂപ വരെ പിഴയും ലഭിക്കും. ഓക്കെ, അതായത് നിക്കോട്ടിൻ ടാർ എന്നിവയെ പറ്റിയുള്ള ലേബൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തെ സബ്സെക്ഷൻ 2-നകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സെക്ഷൻ 2-നകത്ത് എന്താണ് വരുന്നത്? ഈ ഒരു അളവ് രേഖപ്പെടുത്തുന്നില്ല. നിക്കോട്ടിൻ ടാറൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് ഇവർ കാണിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നില്ല എങ്കിൽ അതും ഒരു ശിക്ഷാർഹമാണ്. അങ്ങനെയുള്ള ലേബൽ പതിച്ച പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് എന്താണ്, ശിക്ഷാർഹമാണ്. അത് ആദ്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ 1 വർഷം വരെ തടവോ 1,000 രൂപ പിഴയോ ലഭിക്കും. വീണ്ടും രണ്ടാമത് ചെയ്യുക അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷം വരെ തടവും 3,000 രൂപ പിഴയും ലഭിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങൾ അടങ്ങിയിരിക്കുന്ന എല്ലാ ചേരുവകളെക്കുറിച്ചും അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? അതിൻ്റെ ഉപഭോക്താക്കൾക്കുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിനാൽ ഇപ്പോൾ പുകയില ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളുടെയും വിവരം വളരെ വ്യക്തമായിട്ട് ഈ പാക്കറ്റിന് പുറത്ത് എഴുതിയിരിക്കണമെന്ന് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോട്ട്പ നിയമം പുകയില അടങ്ങുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ബാധകമാണ്. കോട്ട്പ നിയമം പുകയില അടങ്ങിയിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും എന്താണ്, ബാധകമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം ബാധകമാകുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഓർത്ത് നോക്കിയേ. സിഗരറ്റ് ഉണ്ട്, പിന്നെ സിഗാർസ് ഉണ്ട്, പിന്നെ ചീറൂട്ട്സ് ഉണ്ട്, ബീഡികളുണ്ടല്ലോ, ബീഡി, പിന്നെ സിഗരറ്റ്സ്, പിന്നെ ടൊബാക്കോ ആൻഡ് ഹുക്ക ടൊബാക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്, പിന്നെ ചൂയിങ് ടൊബാക്കോസ് ഉണ്ട്, നമ്മുടെ എന്താണ് പാൻ മസാലകളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഇത് ബാധകമാണ്. അതുപോലെ തന്നെ സ്നഫ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, പാൻ മസാലകളുണ്ട്, അതുപോലെ തന്നെ ചൂയിങ് മെറ്റീരിയൽസ് ഉണ്ട്, പിന്നെ ലിപ് കൂൾസ് എന്നൊക്കെ പറഞ്ഞ കൂളുകളുണ്ടല്ലോ, നാക്കിനടിയിൽ വയ്ക്കുന്ന കൂളുകൾ സാധനങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഗുഡ്കകൾ വരും. ഗുഡ്ക വലിച്ച് നമ്മുടെ കിങ്ങിനകത്ത് മമ്മൂട്ടി പറയത്തില്ല, ഗുഡ്ക വലിച്ച് ചുമച്ച് നിൽക്കുന്ന ഇന്ത്യക്കാരെന്ന് പറയത്തില്ല, ആ ഗുഡ്കയുണ്ട്. അതുപോലെ തന്നെ ടൂത്ത് പൗഡർ കണ്ടെയ്നിങ് എന്താണ്, അതിനകത്ത് ടൊബാക്കോ പ്രോഡക്ട്സ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പൗഡേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. ടൂത്ത് പൗഡേഴ്സ് ഉണ്ട്, ടൊബാക്കോ പ്രോഡക്ട്സ് അടങ്ങിയിട്ടുള്ള. അപ്പോൾ അതിനകത്തെല്ലാം ഈ ഒരു നിയമം ബാധകമാണ്, കോട്ട്പ നിയമം ബാധകമാണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ സെക്ഷൻ 20 എന്താണ്, നിക്കോട്ടിൻ്റെയും ടാറിൻ്റെയും അളവുകളുടെ മുന്നറിയിപ്പുകളുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് അവ നൽകിയില്ലെങ്കിൽ ലഭിക്കുന്ന ശിക്ഷയെ കുറിച്ചാണ് പറഞ്ഞതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സെക്ഷൻ 20 പണിഷ്മെൻറ്റ് ഫോർ ഫെയിലിയർ ടു ഗീവ് സ്പെസിഫൈഡ് വാർണിംഗ് ആൻഡ് നിക്കോട്ടിൻ ആൻഡ് ടാർ കണ്ടൻസ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 20 ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, എന്താണ് ഇപ്പോൾ ഈ പാൻ മസാലയിലും അതിൻ്റെയൊക്കെ എന്താണ് നിർമ്മാണം വിൽപ്പനയൊക്കെ സംസ്ഥാനത്ത് ഇല്ലല്ലോ, കംപ്ലീറ്റ് നിരോധിച്ചിരിക്കുക അല്ലേ എന്നൊരു സംശയം വരും. ശരിയാണ്, ഈ ഒരു നിയമം പാസ്സാക്കിയത് 2003 ഈ ഒരു നിയമം വരുന്നത്. പക്ഷേ നമ്മൾ 2012 എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ 2012 മെയ് 22 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, പുകയില മയക്കുമരുന്ന് അടങ്ങിയിട്ടുള്ള
ഗുഡ്ക, അതുപോലെ തന്നെ പാൻ മസാല എന്നിവയുടെ നിർമ്മാണം, വിൽപ്പന തുടങ്ങിയവ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, നിരോധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ഡേറ്റ് ഓർത്തിരിക്കുക, 2012 മെയ് 5-ാം തീയതിയാണ് കേട്ടോ. മെയ് 5-ന് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ 2012 മെയ് 22, മെയ് 5 മെയ് 22/5/2012 മുതൽ എന്ത് ചെയ്തിരിക്കുന്നു? പുകയില, മയക്കുമരുന്ന് തുടങ്ങിയിട്ടുള്ള ഗുഡ്ക, അതുപോലെ തന്നെ പാൻ മസാല എന്നിവയുടെ നിർമ്മാണം, വിൽപ്പന എന്നിവ കംപ്ലീറ്റ് ആയിട്ട് സംസ്ഥാനത്ത് നിന്നും പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അത് നിരോധിക്കാൻ കാരണമായിട്ടുള്ള നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ആർട്ടിക്കിൾ 47 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണല്ലോ ഭരണഘടനയിലെ. ആ പാർട്ട് 4-ലെ ആർട്ടിക്കിൾ 47 പ്രകാരമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഗുഡ്കയും പാൻ മസാലയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിരോധിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പുകയിലയും മറ്റ് ലഹരി വസ്തുക്കളും ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ എന്നിവ നിരോധിക്കാൻ സംസ്ഥാനങ്ങൾ നിർദ്ദേശിക്കണമെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദമാണ് ഏത്? ആർട്ടിക്കിൾ 47 മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ പാർട്ട് 4-നകത്ത് വരുന്നതാണ് ഏത്? ആർട്ടിക്കിൾ 47. അതുപ്രകാരമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഗുഡ്കയും പാൻ മസാലയൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നിന്നും ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ 2012 മെയ് 22-ാം തീയതി നിരോധിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കോട്ട്പ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് വിചാരണ ചെയ്യാൻ അധികാരമുള്ള കോടതി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് കോടതിയാണ്? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്കാണ് കോട്ട്പ കേസുകൾ വിചാരണ ചെയ്യാൻ അധികാരമുള്ളത്. അപ്പോൾ ഈ ഒരു കോട്ട്പ ആക്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ജാമ്യം കിട്ടുന്ന കേസുകളാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ബയലബിൾ ആയിട്ടുള്ള കേസുകളാണ് ഏത്? കോട്ട്പ ആക്ട് പ്രകാരമുള്ള കേസുകളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പുകയില അല്ലെങ്കിൽ പാൻ മസാല പോലുള്ള സാധനങ്ങളുടെയൊക്കെ കവറുകളിൽ തലയോട്ടിയുടെ ചിഹ്നം അല്ലെങ്കിൽ ചിത്രം വേണം. അതുപോലെ തന്നെ സ്മോക്കിംഗ് കിൽസ് ആൻഡ് ടൊബാക്കോ കോസസ് മൗത്ത് ക്യാൻസർ എന്നിങ്ങനെ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകളിലൊക്കെ എന്ത് ചെയ്യണം? മുന്നറിയിപ്പൊക്കെ കാണിച്ചിരിക്കണമെന്നുണ്ട്. അത് നിങ്ങൾക്കറിയാം. ഇനി മറ്റൊരു കാര്യം കൂടെ ഓർത്തിരിക്കുക. പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. 1999 ജൂലൈ 12-നാണത് ഇറക്കുന്നത്. ഓർത്തിരിക്കുക. പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവിറക്കിയതെന്നാണ് 1999 ജൂലൈ 12-നാണ്. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ച കേസാണ് ഇത്. കെ രാമകൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിലാണ് കേരള ഹൈക്കോടതി എന്ത് ചെയ്യുന്നത്? പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവിറക്കുന്നത് 1999 ജൂലൈ 12-നാണ്. അപ്പോൾ സിഗാർ, ബീഡി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത് നിയമവിരുദ്ധം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21 എന്താണ്? അനുച്ഛേദം 21 ഭരണഘടന അനുച്ഛേദം 21 എന്താണ്? അത് പഠിച്ചിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലംഘനമാണ് എന്ത്? പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? പൊതുസ്ഥലത്ത് പുകവലി കരുതെന്ന് പറഞ്ഞുകൊണ്ട് പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവിറക്കിയത് എന്നാണ്? 1999 ജൂലൈ 12-നാണ്. അപ്പോൾ ആർട്ടിക്കിൾ 21-ൻ്റെ ലംഘനമാണിതെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഉത്തരവ് ഇറക്കിയത്. അപ്പോൾ ആർട്ടിക്കിൾ 21 എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയാവുന്നതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി കുറച്ച് മിസ്സലേനിയസ് ആയിട്ടുള്ള 2-3 പോയിൻറ്റ്സും കൂടെ പറയാം. അപ്പോൾ ഇത് പ്രകാരം ഈ ഒരു നിയമങ്ങളൊക്കെ പാസ്സാക്കിയപ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? കോട്ടയമാണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല ഏതാണ്? കോട്ടയമാണ്. പുകയില വിമുക്ത ജില്ല ഏതാണ്? കോട്ടയമാണ്. പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത വില്ലേജ് ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗരിഫേമയാണ്. നാഗാലാൻഡിലെ ഗരിഫേമയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത വില്ലേജ് ഗ്രാമം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം ഏതാണ്? ഗരിഫേമ, നാഗാലാൻഡാണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കോട്ടയമാണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഞ്ചിയാർ പഞ്ചായത്താണ്. ഓക്കെ, പുകയില വിമുക്ത പഞ്ചായത്ത് ഏതാണ്? കാഞ്ചിയാർ പഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമമാണ് കൂലിമാട്. ഇന്ത്യയിലെ പുകയില വിമുക്ത വില്ലേജ് ഏതാണ്? ഗരിഫേമ, നാഗാലാൻഡ് ആണെന്ന് പറഞ്ഞു. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത വില്ലേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കൂലിമാടാണ്. കേരളത്തിലെ ആദ്യ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല ഏതാണ്? തിരുവനന്തപുരമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയമാണ്. പുകയില വിമുക്ത പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കഞ്ചിയാറാണ്. പുകയില വിമുക്ത ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കൂലിമാടാണ്. ഇനി ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ചോദിച്ചാലും ഗരിഫേമ, നാഗാലാൻഡാണ്. കേരളത്തിലെ ആദ്യ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരമാണ്. പുകയില വിമുക്ത ജില്ല കോട്ടയം, പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല തിരുവനന്തപുരം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കോട്ട്പ ആക്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ നിന്നൊരു 2-3 മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇത് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആർട്ടിക്കിൾ 21 അറിയാവുന്നവർ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യാനൊക്കെ ഉള്ളവർ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഉള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.